കുട്ടിയുടെ ചാനലാണ്. ലിങ്ക് ഞാൻ കൊടുത്തേക്കുന്നുണ്ടോ? എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ കുഞ്ഞിയെ കൂടി സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇതേ സമയം അവിടേക്ക് വന്ന ചെറുപ്പക്കാരനെ കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു മനയ്ക്കുള്ളവരൊക്കെ. എന്നാലും എൻ്റെ ആദ്യേട്ടത്തി, ഇയാൾ പറഞ്ഞതുപോലെ ഒരാൾ ഈ നാട്ടിലെങ്ങും ഇല്ലല്ലോ. എന്നാലും ആരായിരിക്കും ഈ കെ? ആർക്കറിയാം മോളെ. എന്തായാലും അയാൾ വരട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പണിയാണ്. ഇതൊക്കെ കേട്ട് നിന്ന സത്യൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന പ്രിയതമയോടായി തുറന്നു പറഞ്ഞതും മാധവിയമ്മ അതിഷ്ടപ്പെടാതെ അവരെ രണ്ടിനെയും മാറി മാറി നോക്കി. അമ്മ ഇങ്ങനെ നോക്കിയൊന്നും വേണ്ട. സത്യേട്ടൻ പറഞ്ഞതിലും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. സാവി കിട്ടിയ അവസരത്തിൽ ആദ്യ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ആ സമയം കൊണ്ട് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ അവിടെ തിരിച്ചെത്തി കഴിഞ്ഞിരുന്നു. സോറി, ഞാൻ എബിൻ. എന്നെ കാർത്തി സാറിന് വേണ്ടി കെ സാർ ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ താൻ ചോദിച്ചത് കെയുടെ വീടാണോന്നല്ലേ? സത്യൻ വളരെ സംശയത്തോടെ അവനോട് ചോദിച്ചതും ആ ഒരു മാത്ര അവൻ അയാളെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞല്ലോ സാർ, എന്നെ ഇവിടേക്ക് വിട്ടത് കെ സാറാണ്. അപ്പം ഞാൻ ഓർത്തത് ഇത് സാറിൻ്റെ വീടായിരിക്കുമെന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ ഏകദേശ ഐഡിയ കിട്ടിയത് തന്നെ. ഓക്കെ. ഞാൻ ആദി, കാർത്തിയുടെ വൈഫാണ്. ഇത് സാൻവി, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ. ആ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനുമാണ്. അങ്ങനെ ഓരോ വ്യക്തികളായി ആദി അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഓക്കെ ആദി മാം, എനിക്കാകെ കാർത്തി സാറിനെ മാത്രമേ നല്ലതുപോലെ പരിചയമുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ് എനിക്ക് മേഡത്തെയും അറിയാം. എന്നാൽ ഇതേ സമയം സത്യൻ ആകെ വെപ്രാളത്തിലാണ്. എന്തിനായിരിക്കും ഈ ചെറുപ്പക്കാരനെ അവൻ ഇവിടേക്ക് പറഞ്ഞയച്ചത്? അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആ ചോദ്യം മാത്രമായിരുന്നു. അല്ല, മോനെന്താ ഇവിടെ? ഈ നാട്ടിൽ ആരെയെങ്കിലും കാണാനായി വന്നതാണോ? അല്ല, കുറച്ചു മുൻപ് മോൻ പറഞ്ഞ കെ സാർ, അതാരാ? മാധവിയമ്മയുടെ സ്വരം ഉയർന്നതും അയാൾ അതിന് മറുപടി പറയുന്നതിന് മുൻപ് തന്നെ കുറച്ചധികം സംശയങ്ങളുമായി സാവിത്രി അവരുടെ മുൻപിലേക്ക് കയറി വന്നു. താനും കാർത്തിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ കെ ആരാണ്? എൻ്റെ പൊന്നു മേഡം, ഇതൊക്കെ പറയാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തുടർന്നു. കെ സാർ കാർത്തി സാറിൻ്റെ ഫ്രണ്ടാണ്. അയാളുടെ കൂടെ ആയിരുന്നു കാർത്തി സാറിൻ്റെ കൂട്ടുകാരൊക്കെ ജോലി ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവർക്കിടയിലുള്ള പരിചയം. പിന്നെ സാറിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ കെ സാർ തന്നെയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. സാറിൻ്റെ പ്രശ്നങ്ങൾ അതെന്താണെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. പിന്നെ കെ ആരാണെന്നുള്ള ചോദ്യം, തമിഴ്നാട്ടിലൊരു ഫേമസ് കമ്പനിയാണ് കെ ഇൻഡസ്ട്രീസ്. ഇന്ന് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ഇതിൻ്റെ നിരവധി ശാഖകൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർത്തി സാറിൻ്റെ ഈ ചെറിയ കടങ്ങളൊക്കെ ചെടിയിൽ നിന്നും ഒരു കുഞ്ഞു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. എന്നാൽ എതിർഭാഗം വക്കീൽ ചോദിക്കുന്നത് ലക്ഷങ്ങളാണ് കൊച്ചനെ. അത്രയും ഭീമമായ തുക അവന് കൊടുക്കാൻ നീ ഈ പറയുന്ന കെ സാർ തയ്യാറാകുമോ? തയ്യാറാകാതെ സാറിന് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ താൻ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാർത്തി സാർ വരുത്തിവെച്ച ഈ ബാധ്യത കെ ഇൻഡസ്ട്രീസ് പൂർണ്ണമായും അവസാനിപ്പിക്കും. പിന്നെ മാഡം, ഞാൻ ഒരുപാട് ടയേർഡാണ്. എനിക്ക് തങ്ങാൻ ഒരു റൂം തന്നാൽ? അയാൾ ഒരു ചിരിയോടെ പറഞ്ഞതും ആദ്യ സാൻവിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. എടോ, ഞാൻ സാൻവി, തൻ്റെ കാർത്തി സാറിൻ്റെ പെങ്ങളാണ്. ഹലോ സാൻവി. അതിനവൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ നേരെ സംസാരിച്ചു. ഇവിടെ ഒരുപാട് മുറികളൊന്നുമില്ല. ഒഴിവുള്ളൊരു മുറിയിൽ താങ്കൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല കുട്ടി. വിശ്രമിക്കാൻ ഒരു സ്ഥലം അത്രേ വേണ്ടൂ. അങ്ങനെയാണെങ്കിൽ ഇയാൾ ബാഗുമായി എൻ്റെ കൂടെ വന്നോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് സാൻവി അകത്തേക്ക് നടന്നു. പറ്റില്ല. അവളോടൊപ്പം പോകാനായി നിന്ന ചെറുപ്പക്കാരനെ തടഞ്ഞുകൊണ്ട് മറ്റൊരു ശബ്ദം അവിടെ ഉയർന്നു. അത് കേട്ടതും ആദിയും സാൻവിയും ഒരുമിച്ച് അവരെ നോക്കി. ഒപ്പം തന്നെ ആ ചെറുപ്പക്കാരനും. ദേ ആതിരെ, നിന്റെ തോന്നിവാസമൊന്നും ഇവിടെ നടക്കത്തില്ല. ഇത് പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. നിന്റെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടമൊന്നും ഇവിടെ വേണ്ട.
സാവിത്രിയുടെ സ്വരം വളരെ ഉച്ചത്തിൽ തന്നെ ഉയർന്നു. എന്തഴിഞ്ഞാട്ടം? അമ്മായി എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആദ്യം അത് പറ. ഇതൊക്കെ കേട്ട് നിന്ന സാൻവി ദേഷ്യത്തോടെ തന്നെ അവരോട് ചോദിച്ചു. അങ്ങനെയല്ല മോളെ, ഇവിടെ നമ്മൾ കുടുംബമായി ജീവിക്കുന്നതല്ലേ. അപ്പോൾ ഊരും പേരും അറിയാത്തവരെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ പ്രശ്നം വരുന്നത് ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് തന്നെയാണ്. ഓ, അതാണോ അമ്മായിയുടെ പ്രശ്നം? അവൾ അവരോട് പരിഹാസത്തോടെ ചോദിച്ചു. എന്താ സാൻവി മോളെ, അതൊരു പ്രശ്നമല്ലേ? ഇവൻ ആരാണെന്ന് വെച്ചിട്ടാ ഇവനെ നമ്മളിവിടെ താമസിപ്പിക്കുന്നത്? സാവിത്രി കിട്ടിയ അവസരം മുതലാക്കി. അമ്മായിയുടെയും അമ്മയുടെയും ഒക്കെ പ്രശ്നം ഇയാൾ ആരാ, എന്താ എന്നൊക്കെ ഉള്ളതല്ലേ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ വാണിയുടെയും വർഷയുടെയും അതുപോലെ സിദ്ധാർത്ഥിൻ്റെയും ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അന്നൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തി ഇവിടെ ഉണ്ടോ? എല്ലാവരെയും പോലെ കാർത്തിയേട്ടനും ഇവിടെ അവകാശമുണ്ട്. അതുപോലെ തന്നെ കാർത്തിയേട്ടൻ്റെ സുഹൃത്തുക്കൾക്കും. പിന്നെ ഈ വീട് ഏട്ടൻ്റെ പേരിലാണെന്നുള്ള കാര്യം നിങ്ങളാരും മറക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാതെ രാധികയും മറ്റും തുള്ളിച്ചാടി അവരുടെ റൂമിലേക്കും. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ആദി. എൻ്റെ മോളെ, നീ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാർത്തി എന്താണോ പറഞ്ഞത് അത് മാത്രം നീ ചെയ്താൽ മതി. മാധവി അവളെ സമാധാനപ്പെടുത്തി. അപ്പോൾ സാറിൻ്റെ വീട് തമിഴ്നാടാണോ? സാൻവി എന്തോ ഓർത്തതുപോലെ അയാളോട് ചോദിച്ചു. എന്താ? അല്ല, താങ്കളുടെ ബോസ് കെ സാറിൻ്റെ കമ്പനി തമിഴ്നാടാണെന്ന് പറഞ്ഞില്ലേ താങ്കൾ? പക്ഷേ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് ഏട്ടനും അവിടെയാണ്. പക്ഷേ നിങ്ങൾ പറയുന്നു ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരും തമിഴ്നാടാണെന്ന്. അതുകൊണ്ട് അതേപ്പറ്റി അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ അവിടെ പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ. പെട്ടെന്ന് സാൻവിയിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ അവളോട് ദേഷ്യപ്പെട്ടു. അതിന് താൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ തന്നോടൊന്നും ചോദിക്കുകയോ പറയേ ചെയ്തില്ലല്ലോ. അവളും ഉയർന്നു വന്ന ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. അല്ല, ഇയാൾക്ക് എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട സാറേ. ഈ മുറിയിൽ തനിക്ക് ഉറങ്ങുകയോ കഥകളി കളിക്കുകയോ നൃത്തമാടുകയോ എന്ത് വേണേലും ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുന്നതായിരിക്കും തനിക്ക് നല്ലത്. അല്ലെങ്കിൽ താൻ എന്നെ പിടിച്ച് മൂക്കിൽ കയറ്റുവോ? അവൻ വിടാൻ ഭാവമില്ലാതെ അവളോട് തിരക്കി. ഒന്നുമില്ല എൻ്റെ മാഷേ, എന്തായാലും ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ. ഇയാൾ പോയി ഫ്രഷ് ആയിട്ട് വരാൻ നോക്ക്. അപ്പോഴേക്ക് ഏട്ടത്തിയോട് പറഞ്ഞിട്ട് തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതെന്താ, തനിക്കൊന്നും ഉണ്ടാകാൻ അറിയില്ലേ? ഈ വാചകം മാത്രമേ ഉള്ളോ? അവൻ അവളെ പരിഹസിച്ചു. എടോ, താൻ എനിക്കുണ്ടാക്കാൻ അറിയാമോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ തന്നെ എന്തിനാണ് തൻ്റെ ബോസ് ഇവിടേക്ക് പറഞ്ഞു വിട്ടത്? ആ കാര്യം മാത്രം താൻ നോക്കിയാൽ മതി. അല്ലെങ്കിൽ കെ സാറിൻ്റെ സ്വഭാവം മോൻ അറിയാലോ അല്ലേ? അവൾ എടുത്തടിച്ചതുപോലെ അയാളോട് ചോദിച്ചു. അവൾക്ക് തൻ്റെ ബോസിനെ പരിചയമുണ്ടെന്ന് തോന്നിയതും അവൻ അവളെ സംശയത്തോടൊന്ന് നോക്കി. എന്താണ് തമിഴ്നാട്ടിലുള്ള കെ സാറിൻ്റെ PA എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? തനിക്ക് ഈ പറയുന്ന കെ സാറിനെ നേരിട്ടറിയാമോ? അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ അവനോട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അല്ല, സാറ് പറഞ്ഞത് മേഡത്തിനൊന്നും അറിയില്ലെന്നാണല്ലോ. പക്ഷെ താനെന്താ ഇങ്ങനെ? അതെ, തൻ്റെ ആദ്യ മേഡത്തിന് ഒന്നും അറിയില്ല, അത് സത്യമാണ്. പക്ഷേ ഈ സാൻവിക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് സാറിൻ്റെ പുന്നാര ശിഷ്യൻ ഒരു പൊടിക്ക് ഒതുങ്ങുന്നത് നല്ലതാ. അല്ല എബിൻ, ഇയാൾ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനായിരിക്കുന്നത്? അവിടുന്ന് ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് ക്രിസ്റ്റിച്ചനോ ഇന്ദ്രേട്ടനോ ആകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ ഇവിടേക്ക് വന്നു. ഇനി പറ, എന്താ തൻ്റെ ഉദ്ദേശം? അവൾ ഗൗരവത്തോടെ തന്നെ അവനോട് ചോദിച്ചു. എനിക്കെന്തുദ്ദേശം? സാർ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. പിന്നെ ക്രിസ്റ്റി സാറിനോ ഇന്ദ്രൻ സാറിനോ ഇവിടേക്ക് വരാൻ കഴിയില്ല. പിന്നെ സാറിൻ്റെ പവർ ഇവിടെയുള്ളവരെ കാണിക്കാനുള്ള സമയമായിട്ടില്ലെന്നാണ് സാറ് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സാറ് പറയാതെ ആരുമൊന്നും അറിയാൻ പാടില്ല. ഓ ശരി, കെ സാറിൻ്റെ ബാല്യക്കാരാ. അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് തൊഴുതുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. കുട്ടി, പെട്ടെന്ന് ഓർത്തതുപോലെ അവൻ അവളെ വിളിച്ചു.
കുട്ടിയോ? ആരുടെ കുട്ടി? ഞാൻ എപ്പോ ആണ്ടാ നിന്റെ കുട്ടിയായത്? അവൾ അവൻ്റെ നേരെ ചൊറിഞ്ഞു. ഓ സാൻവി കൊച്ചേ, താൻ ഇങ്ങനെ ചൊറിയാതെ. എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? അത് ഇവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു. എന്തേ, തനിക്കിനി അവരെ കൂടെ വേണോ? അതല്ല കൊച്ചേ, ഈ അങ്കിളിനും ആൻറ്റിക്കും മക്കളൊന്നുമില്ലേ? ഉണ്ടെങ്കിലൊന്നുമില്ല. ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണേ നിനക്ക് കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. ഇതേ സമയം സാവിയും മറ്റും രാധികയുടെ റൂമിൽ ഒത്തുകൂടി. എൻ്റെ ഏട്ടത്തെ, നിങ്ങളിങ്ങനെ മൗനം പാലിച്ചിരിക്കാതെ ഇവിടെ ആരെയും താമസിക്കാൻ പറ്റില്ലെന്ന് നീ അവരോട് പോയി പറയ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്കൊരു വിലയില്ല. അതിൻ്റെ കൂടെ പുറത്തു നിന്നുള്ളവരുടെ താമസവും. സാവി എബിൻ വന്നത് ഇഷ്ടപ്പെടാതെ പറഞ്ഞതും അത് കേട്ട് വർഷയുടെ സ്വരം ഉയർന്നു. അമ്മേ, ആ ചെറുക്കൻ ഇവിടേക്ക് വന്നത് കാർത്തിയേട്ടൻ്റെ കടം വീട്ടാനാണോ? എൻ്റെ കുഞ്ഞെ, അങ്ങനെ പെട്ടെന്നൊന്നും അത് വീട്ടാൻ കഴിയില്ല. കാരണം വീട്ടാനുള്ളത് 10ഓ 500ഓ അല്ല, ലക്ഷങ്ങൾ വേണം. അത്രയും ക്യാഷൊന്നും ആരും വെറുതെ കൊടുക്കില്ല വർഷമോളെ. ഇതിൻ്റെ പിന്നിൽ ആ ചെറുക്കൻ്റെ ബോസിന് കാർത്തി എന്തെങ്കിലും ഈട് കൊടുത്തിട്ടുണ്ടാകും. അത് സാവി പറഞ്ഞത് വളരെ ശരിയാ സത്യേട്ടാ. നമ്മളറിയാതെ എന്തോ ഒന്ന് ഇവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. സാവി എന്തായാലും ആ ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതേട്ടാ, എന്തായാലും ആരും അത്രയും രൂപയൊന്നും തന്നെ സഹായിക്കത്തില്ല. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ചതിയുണ്ട്. അത് കേട്ടതും രാധിക ഇടയ്ക്ക് കയറി. എന്തായാലും ആ കൊച്ചിൻ്റെ വീട്ടുകാർ അവർ പറയുന്ന അത്രയും തുക കൊടുത്തില്ലെങ്കിൽ ഈ പെണ്ണിനെയും കാർത്തിയെയും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നന്നായി ഏട്ടാ. കുറേയധികം പണം നമ്മളെ പറ്റിച്ചവൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയെങ്കിലും അതൊക്കെ നമ്മുടെ കൈകളിലെത്തണം. എത്തിക്കും. അതിന് വേണ്ടതൊക്കെ നിന്റെ ഏട്ടൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ കോൾ രാധികയെ തേടി വരുന്നത്. അതോടെ രാധിക സിദ്ധുവിനോട് സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. എന്നാ കണ്ണാ നീ അമ്മയെ കാണാൻ വരുന്നത്? എത്ര കാലായി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്. കോൾ എടുത്തതും രാധിക അവനോട് പരാതി പറയാൻ തുടങ്ങി. എൻ്റെ അമ്മേ, എനിക്ക് വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒന്നാമത് ഞാൻ വന്ന കാർത്തികനത് ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഓഫീസിൽ പിടിപ്പത് പണിയും. അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടാകില്ലേ കണ്ണാ? പിന്നെ കാർത്തിയെ പേടിച്ചിട്ടാണേ അവനിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാതാനും. പിന്നെ ഇവിടെ ആകെയുള്ളത് അച്ഛനും അമ്മയും അവൻ്റെ പെണ്ണും സാൻവി മോളും സാവിയുടെ പിള്ളേരും ഒക്കെയാ. എല്ലാവർക്കും കൂടെ ഈ ഞായറാഴ്ച ഇവിടെ ഒത്തുകൂടാം. എത്ര കാലമായി മോനെ അമ്മ ഇതിനാഗ്രഹിക്കുന്നു. അവർ വാചാലയായി. ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം അമ്മേ. ഏറിപ്പോയാ ഒരു 2 ദിവസം. അത്രയും കൂടെ അമ്മയൊന്ന് ക്ഷമിക്കേ. 2 ദിവസം കഴിഞ്ഞാൽ നീ വരുമോ കണ്ണാ? അവർ അവനോട് പ്രതീക്ഷയോടെ ചോദിച്ചു. എന്തായാലും എൻ്റെ അമ്മുക്കുട്ടി ആഗ്രഹിച്ചതല്ലേ. കാർത്തിയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇല്ലാതാനും. ആ അവസരത്തിൽ ഞാൻ ഈ ടൈം മിസ്സാക്കണോ അമ്മേ? അതുമാത്രമല്ല, കാർത്തിയുടെ പെണ്ണിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുമില്ല. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു നിർത്തി. എൻ്റെ പൊന്നു മോനെ, വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കരുത്. പണ്ട് നീ കാണിച്ചതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരുടെയും മുന്നിൽ നീ തെറ്റുകാരൻ തന്നെയാണ്. നിനക്കാണെങ്കിൽ അതല്ലെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല താനും. അമ്മേ, സത്യമായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ കാരണം കാർത്തിയാണമ്മേ. അവനാണ് ഈ തെറ്റുകളൊക്കെ ചെയ്തത്. എന്നിട്ടും ഒടുക്കം അതൊക്കെ എൻ്റെ തലയിലായി. എൻ്റെ അച്ഛൻ പോലും അതൊക്കെ വിശ്വസിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലമ്മേ. എൻ്റെ മോൻ്റെ സങ്കടം ദൈവം കണ്ടു. അതുകൊണ്ടാണ് കാർത്തിക്ക് ഒരു 8ൻ്റെ പണി കിട്ടിയത്. അതിൽ നിന്നും അവനും അവൻ്റെ ഭാര്യയും രക്ഷപ്പെടുന്നത് തന്നെ സംശയമാണ് മോനെ. അതെന്താമ്മേ? എൻ്റെ മോനെ, അവനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? എൻ്റെ മോനെ, അവനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? അവിടെ നിന്ന് സാധനം വാങ്ങിയൊരു കസ്റ്റമറിന് ഫുഡ് പോയ്സൺ ആയി. എന്നിട്ട് എന്താക്കാനാ മോനെ? അതൊരു കൊച്ചുകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വാങ്ങിയത് ഏതോ ബേബി ഫുഡും. അത് കഴിച്ച് ആ കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. അത് പൊളിച്ചു അമ്മേ. ഇതുപോലുള്ള കേസുകളിൽ നിന്ന് അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടണമെങ്കിലും ലക്ഷങ്ങൾ അവർക്ക് കൈമാറേണ്ടി വരും. എന്തായാലും അത്രയ്ക്കൊന്നും എടുക്കാൻ അവൻ്റെ കൈവശമില്ലാതാനും. സിദ്ധാർത്ഥ് ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. അതൊക്കെ ശരി തന്നെയാണ് മോനെ.
അത്രയും വലിയ കടമൊന്നും വീട്ടാനുള്ള ക്യാഷൊന്നും അവൻ്റെ കയ്യിലില്ല. അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അവൻ്റെ ഏതോ ഒരു ബോസ് ഒരു ചെറുപ്പക്കാരനെ ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതാരാ? അതുമോനെ, അവൻ കുറേ നാൾ ചെന്നൈയിലൊക്കെ ആയിരുന്നില്ലേ? നിനക്കൊരു കെ അറിയുമോ? രാധിക അവനോട് തിരക്കി. ഏത് കെ? എടാ മോനെ, ഇയാളുടെ ബോസ് തമിഴ്നാട്ടിലേതോ വലിയ ബിസിനസ്സുകാരനോ മറ്റോ ആണ്. കെ ഇൻഡസ്ട്രീസ് എന്നാണ് അതിൻ്റെ പേര്. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. കെ ഇൻഡസ്ട്രീസിൻ്റെ ഓണറെ പറ്റിയാണോ അമ്മ ഇപ്പോൾ പറയുന്നത്? അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല മോനെ. അവർ പറഞ്ഞത് ആ കമ്പനിയുടെ മുതലാളിയാണ് ഇപ്പോൾ വന്നവൻ്റെ ബോസ്. അതുമാത്രമല്ല, അവൻ നമ്മുടെ കാർത്തിയുടെ സുഹൃത്തുമാണ്. അതൊന്നും ആയിരിക്കില്ലമ്മേ, അവൻ എല്ലാവരെയും പറ്റിക്കുക. ഈ പറയുന്ന കെ ഇൻഡസ്ട്രീസിൻ്റെ ഓണർ ഒരു സാധാരണക്കാരനൊന്നുമല്ല, കോടികളുടെ ആസ്തിയുള്ള ഒരു വലിയ മുതലാളിയാണ്. അയാൾ കാർത്തിയുടെ സുഹൃത്ത്. അമ്മേ, ഇങ്ങനെ തമാശ പറയാതെ. എൻ്റെ കുഞ്ഞേ, ഇത് തമാശയൊന്നുമല്ല. ഇവിടെ ആരാണ് കള്ളം പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇവിടെ വന്ന ചെറുപ്പക്കാരന് ആ കമ്പനിയുമായി എന്തോ അടുത്ത ബന്ധമുണ്ട്. അതുപോലെ കാർത്തിയുടെ കടബാധ്യതകളൊക്കെ വീട്ടാനാണ് അയാൾ ഇവിടേക്ക് വന്നു എന്ന് പറയുന്നത്. അതിനു മാത്രം കാർത്തിയും അയാളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതും ഈ നാട്ടിൽ കിടക്കുന്ന കാർത്തി തമിഴ്നാട്ടിൽ കിടക്കുന്ന ഒരു ബിസിനസ് മാഗ്നറ്റുമായി അടുപ്പം. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ അമ്മേ. സിദ്ധാർത്ഥ് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരോട് വ്യക്തമാക്കി. എടാ മോനെ, എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ഇതിനെപ്പോലെ കാൽ കാശിന് ഗതിയില്ലാത്തവൻ എങ്ങനെയാ ഇത്രയും വലിയ പണക്കാരനുമായി അടുക്കുന്നത്? അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ ആർക്കേലും എന്തെങ്കിലും ചെയ്യുമോ? രാധിക തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. ഞാനൊന്ന് അന്വേഷിക്കട്ടമ്മേ. എന്തായാലും ബാധ്യത തീർക്കുമോ എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞതിന് ശേഷം അവർ ആ സംഭാഷണം അവസാനിപ്പിച്ചതും രാധിക സിദ്ധു പറഞ്ഞ കാര്യങ്ങൾ സത്യനോടും മറ്റും പറയാനായി വെപ്രാളത്തോടെ അകത്തേക്ക് ഓടി. ഇതേ സമയം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയ ആദി കിച്ചണിൽ തിരക്കിട്ട പണിയിലായിരുന്നു. ആ സമയത്താണ് സാൻവി അവിടേക്ക് കടന്നു വന്നത്. അവളെ കണ്ടതും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ആദ്യം അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഡാ, ആ പയ്യൻ എവിടെ? റൂമിലുണ്ട് ഏട്ടത്തി. കാർത്തിയേട്ടൻ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. ആ ചെറുക്കന് ഇവിടെ ഒരു കുറവും ഉണ്ടാകരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കാർത്തിയേട്ടന് ആ ചെറുപ്പക്കാരനോട് എന്തോ താല്പര്യമുള്ളതുപോലെ. എന്ത് താല്പര്യം? ലവാണോ? സാൻവി വലിയ കണ്ടുപിടുത്തം പോലെ ചോദിച്ചതും ആദ്യം ഒരു ഞെട്ടലോട് അവളെ നോക്കി. എന്നെ ഇങ്ങനെ നോക്കിയൊന്നും വേണ്ട ഏട്ടത്തി. ഏട്ടത്തി താല്പര്യമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി. എൻ്റെ പൊന്നുമോള് കൂടുതലൊന്നും കരുതണ്ട. നിൻ്റെ ഈ ഡയലോഗ് കാർത്തിയേട്ടനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ നടക്കുന്നതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സാനു കൊച്ചേ. എൻ്റെ പൊന്നേട്ടത്തി, ഇതൊക്കെ ഒരു തമാശയല്ലേ? സാൻവി വിഷയം മാറ്റാനായി അവളോട് ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എന്തായാലും ഏട്ടത്തിയുടെ പൊന്നുമോളി കോഫി കൊണ്ടുപോയി ആ മോന് കൊണ്ട് കൊടുത്തിട്ട് വരാൻ നോക്ക്. ഞാനോ? എനിക്കൊന്നും വയ്യ ആ പരട്ടയ്ക്ക് ഫുഡ് കൊടുക്കാൻ. അവൻ്റെ ഒരു നോട്ടവും സംസാരവും ഒന്നും എനിക്ക് പിടിക്കുന്നില്ല. നീ ഇപ്പം അവനെ പോയി ചൊറിയാനൊന്നും നിൽക്കണ്ട. ഈ ചായ കൊടുക്കുക, അതുപോലെ തിരിച്ചു വരിക. അതിനപ്പുറം ഒന്നും വേണ്ട. ആദ്യം അവളെ ഉപദേശിച്ചു. അവൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്നും നടന്നു നീങ്ങിയതും മറ്റു പണികളിലേക്ക് അവൾ തിരിഞ്ഞു. എന്നാൽ ഇതേ സമയം സത്യൻ ആരോടോ സംസാരിക്കുകയായിരുന്നു. സത്യൻ സാറേ, എന്താ ഇവിടെയുള്ള കാര്യങ്ങൾ? നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള പണം കാർത്തിയും അവൻ്റെ പെണ്ണും നമുക്ക് തരുമോ? അതോ എല്ലാം വെറുതെ ആകുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനന്താ. നമ്മൾ ചോദിക്കുന്ന പണം അവരിൽ നിന്നും കിട്ടും. പക്ഷെ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഒന്നും നടക്കില്ലെന്ന് മാത്രം. അതെന്താ അങ്ങനെ? ആ കാർത്തിയുടെ ഏതോ ഒരു സുഹൃത്ത് അവന് പണം കൊടുത്ത് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുത്തൻ വന്നിട്ടുമുണ്ട്. അതാരാ? എൻ്റെ വക്കീലെ, അതൊരു നരന്ത് ചെക്കനാ. അതും അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഇറക്കുമതി. അല്ല വക്കീലെ, നിങ്ങളിപ്പോഴാ ഇങ്ങോട്ട്? ഞാൻ എപ്പോൾ വേണേലും അവിടേക്ക് വരാൻ സത്യ. അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ആ മോഹനയും പ്രസീതയും എപ്പോൾ വേണേലും നമുക്ക് മനക്കിലെത്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള ക്യാഷ് അവറ്റകളുടെ കയ്യിൽ നിന്നും അടിച്ചെടുക്കണം. ബാക്കിയൊക്കെ പിന്നെ. എൻ്റെ സത്യ, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ എന്തായാലും ആ മോഹനെയും അവൻ്റെ അച്ഛനെയും ഒന്നുകൊണ്ട് മനക്കിലേക്ക് വന്നേക്കാം. എങ്കിൽ അത് പെട്ടെന്നായിക്കോട്ടെ, ഇനി വൈകിക്കേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അയാൾ മനസ്സിലോരോ കണക്കൂട്ടൽ കൂട്ടി തുടങ്ങി. എടോ, ചായ. ഇതേ സമയം എബിൻ്റെ റൂമിലെത്തിയതും സാൻവിയുടെ സ്വരം ഉയർന്നു. ഓ, എത്തിയോ?
എന്താടോ, ഞാൻ വന്നത് തനിക്ക് എന്തേ പിടിച്ചില്ലേ? അവൾ അവനോട് തീർത്തും പുച്ഛത്തോടെ ചോദിച്ചു. എൻ്റെ പൊന്നു കൊച്ചേ, നിന്നോട് വഴക്കിടാനൊന്നും ഞാനില്ല. അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി. അല്ലേ എബിൻ, നിന്റെ ബോസ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാ പറയുന്നത്? കാശ് കൊടുത്താൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു തെറ്റ് സംഭവിച്ചതുപോലെ ആകില്ലേ? അതിനെപ്പറ്റിയൊന്നും ബോസ് എന്നോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം തന്ന ചെക്ക് നിങ്ങളെ ഏൽപ്പിക്കണമെന്നും അതുപോലെ അദ്ദേഹം വരുന്നതുവരെ ആദ്യ മേഡത്തിനോടൊപ്പം ഇവിടെ നിൽക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഓർഡർ. ഞാനത് അനുസരിക്കുന്നുവെന്ന് മാത്രം. അതിന് മറുപടിയായി അവൾ അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. സത്യത്തിൽ എന്താ ഇവിടെ പ്രശ്നം? എങ്ങനെയാ ഇങ്ങനെ ഒരു പ്രശ്നം സാറിൻ്റെ സ്ഥാപനത്തിൽ നടന്നത്? അത് ഞങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ഞങ്ങളത് ഇതിനോടകം പരിഹരിക്കില്ലായിരുന്നോ? ഓ അതല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാനൊരു കാരണം കാണില്ലേ? സാറും ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് സാർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തന്നോട് ചോദിച്ചത് തന്നെ. വിരോധമില്ലെങ്കിൽ സംഭവിച്ചതെന്താണെന്ന് തനിക്കെന്നോട് പറയാം. എന്ത് വിരോധം? എന്തായാലും താൻ ഞങ്ങളുടെ ഏട്ടൻ വരുന്നവരെ ഇവിടെ കാണുന്ന സ്ഥിതിക്ക് എനിക്കറിയാവുന്ന കാര്യം തന്നോടും കൂടെ പറയാം. അതുപോലെ നിങ്ങളുടെ സാറിൻ്റെ കുടുംബത്തെ പറ്റിയും. സാൻവി അവനോട് തുടർന്നു. ഇത് കൈലാസം വീട്, അതായത് മനക്കൽ ബാലചന്ദ്രനും അയാളുടെ ഭാര്യയായ ഞങ്ങളുടെ മുത്തശ്ശിയും മുത്തശ്ശനും കഴിഞ്ഞിരുന്ന തറവാട്. എന്നിട്ട് ഇവർക്ക് 4 മക്കളായിരുന്നു. ആദ്യത്തേത് ഏട്ടൻ്റെ അച്ഛൻ, രണ്ടാമത് എൻ്റെ അച്ഛൻ, പിന്നീട് അച്ഛൻ്റെ സഹോദരി സാവിത്രി അമ്മായി. ഒരാക്സിഡൻറ്റിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടൻ്റെ കുടുംബവും ഒക്കെ മരണപ്പെട്ടു. പിന്നീട് ഈ സ്വത്തുക്കളൊക്കെ എൻ്റെ അച്ഛൻ്റെയും സാവിയമ്മയുടെയും കയ്യിലായിരുന്നു. എല്ലാം നേടിയെടുക്കുന്നതിലും അവർക്കിഷ്ടം എല്ലാം നശിപ്പിച്ച് കളയുന്നതിലായിരുന്നു. സത്യം പറഞ്ഞാൽ കാർത്തിയേട്ടനുള്ളത് കൂടെ എൻ്റെ അച്ഛനും അമ്മായിയും ഇല്ലാതാക്കി. അതുപോലെ സ്വന്തം ഏട്ടൻ്റെ മകനാണെന്ന് പോലും നോക്കാതെ എൻ്റെ അമ്മയും അച്ഛനും അമ്മായിയും ഒക്കെ എൻ്റെ ഏട്ടനെ ഒരുപാട് ഉപദ്രവിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ ഏട്ടനെ ചേർത്ത് നിർത്തിയത് മുത്തശ്ശൻ്റെ അനിയനും അയാളുടെ കുടുംബവുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പം നടക്കുന്നതിൻ്റെ പിന്നിൽ സ്വന്തം കുടുംബക്കാർ തന്നെയാണ്. എബിൻ, എൻ്റെ അച്ഛൻ്റെ പണക്കൊതി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് എൻ്റെ അച്ഛനെ രക്ഷിക്കാനോ തറവാടിൻ്റെ മാനം പോകുമോ എന്നൊന്നും ഓർത്തിട്ടല്ല. എല്ലാത്തിനും വേണ്ടത് തെളിവുകളല്ലേ? അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും അടങ്ങി നിൽക്കുന്നത് തന്നെ. ഇനി ഇതിൻ്റെയൊക്കെ പിന്നിൽ ജനിപ്പിച്ച തന്തയാണേലും ഞാൻ വെറുതെ ഇരിക്കില്ല. കാരണം അതുപോലെ അവരൊക്കെ എൻ്റെ ഏട്ടനെ ദ്രോഹിച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി. എടോ, ഇതിനൊക്കെ ഞാൻ എന്താടോ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ തന്നെ പോലൊരു സഹോദരിയെ കിട്ടിയ സാറും മാഡവും ഒരുപാട് ലക്കിയാണ്. അതിനവൾ മറുപടിയൊന്നും കൊടുക്കാതെ ഒരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. ഏട്ടത്തി, അടുക്കളയിൽ തകൃതിയായി ജോലി ചെയ്യുന്ന ആദ്യം കണ്ടതും സാൻവിയുടെ സ്വരം അവളുടെ നേരെ ഉയർന്നു. ആ, നീ വന്നോ? അല്ല, അവന് കുടിക്കാനുള്ളത് കൊടുത്തില്ലേ? നിന്റെ ഏട്ടൻ പ്രത്യേകമായിട്ട് അയാളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏട്ടത്തി പെണ്ണെ. അത് മാത്രമല്ല, അയാൾ അത് കുടിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ വന്നത് അതിനെപ്പറ്റി പറയാനൊന്നുമല്ല. പിന്നെ എൻ്റെ ഏട്ടത്തി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സാവിയമ്മായും എന്തൊക്കെയോ ഇരുന്ന് കുശിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതെന്തായാലും നമുക്ക് നല്ലതിനല്ല ഏട്ടത്തി. അത് മാത്രമല്ല, ഏതോ വക്കീലിൻ്റെ കാര്യവും എൻ്റെ അമ്മായിയും അതുപോലെ അമ്മയും ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ, എങ്കിലത് നമ്മുടെ വക്കീൽ തന്നെ ആകാനാണ് സാധ്യത. എനിക്കും തോന്നുന്നു. അല്ല ഏട്ടത്തി, ആ പയ്യൻ ക്യാഷ് കൊണ്ടുവന്ന സ്ഥിതിക്ക് അത് കൊടുത്തു തീർക്കുന്നോ അതോ നമ്മളിതിൻ്റെ പിറകെ നടക്കുന്നതാണോ നല്ലത്? കാരണം ഇത് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും നമുക്ക് വേണ്ടുന്നവർ തന്നെയാണ്. ഒന്നാമതിങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പാണ്. പിന്നെ എന്തിനാ ഏട്ടത്തി ഇത്രയും തുക അവർക്ക് നമ്മൾ കൊടുക്കുന്നത്? എടി പോത്തെ, ഇത് നമ്മുടെ കയ്യിൽ നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ അത് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. നിനക്കറിയാലോ, ഷോപ്പിലെ ക്യാമറ പോലും വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ആരാ ഇതിൻ്റെ പിന്നിലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നിൻ്റെ അച്ഛനും അമ്മായിയും ഒക്കെ ആണെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ ഷോപ്പിലുണ്ടായതുപോലെ സമാനഗതിയിലൊരു പ്രശ്നം ചിട്ടി ഓഫീസിൽ കൂടി ഉണ്ടായാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് കാർത്തിയേട്ടൻ വരുന്നത് വരെ എല്ലാം കൊണ്ടും മൗനമായിരിക്കുന്നത് തന്നെയാണ് മോളെ നല്ലത്. പക്ഷേ ഏട്ടത്തി, അവിടെയും ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. എന്ത് പ്രശ്നം? നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നേ?
അവൾ സാൻവിയോട് ചോദിച്ചു. അത് പിന്നെ ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? അപ്പോഴും നമുക്കിങ്ങനെ ക്യാഷ് കൊടുത്ത് ഒതുക്കാൻ കഴിയുമോ? എടാ, ഇത് ഞാൻ ചിന്തിക്കാതിരുന്നതല്ല. പക്ഷെ നമ്മുടെ മുൻപിലുള്ള ഈ പ്രശ്നം തൽക്കാലം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണം. അതിനുശേഷം ഷോപ്പിലൊരു അഴിച്ചുപണി ഉണ്ടാകണം. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടത് എന്താണോ അത് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ട എന്നാണോ ഏട്ടത്തി പറഞ്ഞു വരുന്നത്? അതവർക്ക് ഇതുപോലുള്ള കുറ്റങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കുന്നത് പോലെ ആകില്ലേ? അവൾ തൻ്റെ സംശയം ആദിയോട് ചോദിച്ചു. അതിന് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇതാര് ചെയ്താലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കും. അതിനു മുൻപ് ഈ പ്രശ്നത്തിൽ നിന്നും നമുക്കൊന്നും പുറത്തു വരണം. പിന്നെ വക്കീൽ വരുമ്പോൾ അയാൾ കൊടുക്കുന്ന പണം, അതുപോലെ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം നീ അയാൾ അറിയാതെ വീഡിയോ എടുക്കണം. അതാരും കാണുകയും ചെയ്യരുത്. പിന്നെ ഇവിടെ എല്ലാവരും കാണില്ലേ ഏട്ടത്തി? പിന്നെ ഞാൻ എങ്ങനെയാണ് ആരും കാണാതെ ഫോട്ടോ എടുക്കുന്നത്? എൻ്റെ സാനു, നീ നിൻ്റെ ബുദ്ധി എങ്ങനെയെങ്കിലും ഒന്ന് പ്രവർത്തിപ്പിക്കടി. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ തുരുതുരെ ബെല്ലടിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കേട്ടതും ആദി ഫോൺ എടുത്ത് എൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. ആരാ ഏട്ടത്തി? കാർത്തിയേട്ടനാണോ? ഏയ് അല്ലടി, ഇതാ വക്കീല. ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, ഇതെൻ്റെ അപ്പൻ്റെ ചാരൻ തന്നെയാ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചാരനാണേലും അല്ലേലും അയാൾക്കെന്താ പറയാനുള്ളതെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം സാനുട്ടി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ ആതിര, ഞാൻ അഡ്വക്കേറ്റ്. അയാൾ തന്നെ പരിചയപ്പെടുത്താൻ തുടങ്ങിയതും ആതിരയുടെ സ്വരം അയാൾക്ക് നേരെ. ഓ മനസ്സിലായി സർ, ഞാൻ നമ്പർ സേവ് ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ വിളിച്ചത് ആ മോഹനും കൂട്ടരും ആവശ്യപ്പെട്ട പണത്തെക്കുറിച്ച് ചോദിക്കാനാണ്. അതൊക്കെ റെഡിയാണ് വക്കീൽ സാറേ. ഇയാൾ അവരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ചിട്ടി ഓഫീസിലേക്ക് വന്നാൽ മതി. അയ്യോ കുട്ടി, ഞാനും മോഹനും ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ വന്നതാ. തിരികെ പോകുന്ന വഴി തൻ്റെ തറവാട്ടിലും കയറാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എങ്കിലങ്ങനെ ആവട്ടെ. ഞാൻ തറവാട്ടിൽ ഒരു 2 മണിക്കൂർ കൂടി ഉണ്ടാവും. അതിനുശേഷം എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഏയ് 2 മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു അരമണിക്കൂർ. അതിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും. ആതിര, ഇയാൾ പണം തയ്യാറാക്കി വെച്ചോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കോൾ അവസാനിപ്പിച്ചു. എന്തായി ഏട്ടത്തി, അയാളൊന്ന് വരുമോ? പിന്നെ വരാതെ, അയാൾക്കല്ലേ ക്യാഷിൻ്റെ ആവശ്യം. നീ എന്തായാലും ആ എബിനെ ഒന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ റൂമിലേക്ക് വാ. അപ്പോഴേക്ക് ഞാൻ കാർത്തിയേട്ടനെ ഒന്ന് വിളിക്കാം. ശരി ഏട്ടത്തി. സാൻവി അതിന് സമ്മതം അറിയിച്ചുകൊണ്ട് എബിനെ വിളിക്കാനായി അവൻ്റെ റൂമിലേക്ക് നടന്നു.